ഹലോ ഓൾ, സോൾഫുൾ കോൺവെർസേഷൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നീണ്ട ഗ്യാപ്പായി പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വാക്കുകളിലൂടെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയാഞ്ഞതിൽ ഒരു ക്ഷമ ചോദിക്കുകയാണ് ആദ്യം മുതലേ. അപ്പോൾ വീണ്ടും നമ്മൾ തുടരുകയാണ് വാക്കുകളുടെ ആ കുഞ്ഞു തോണി തുഴഞ്ഞ് അങ്ങനെ. കുറച്ച് ചെറിയ ഗ്യാപ്പ് വന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളാരും എന്നെ മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു സമയം, ജീവിതം അത്യാവശ്യം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു 6-7 മാസങ്ങളായിട്ട്. അപ്പോൾ അതിനിടയിൽ സോൾഫുൾ കോൺവെർസേഷൻ ഇനി എപ്പോഴാണ് അടുത്തത് എന്ന് ചോദിക്കാനായിട്ട് കുറച്ച് ആളുകൾ ചുറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം മനുഷ്യന് കേട്ടിരിക്കാനുള്ള ആളുകളെ മാത്രം അല്ല ആവശ്യമുള്ളത്. നമ്മൾ പറയുന്നത് കേട്ടിരുന്നിട്ട് അത് കിട്ടാതെ ആവുന്ന സമയത്ത് അതിനെ അന്വേഷിച്ച് തിരിച്ചു വരുന്ന ആളുകളും നമ്മുടെ ജീവിതത്തിലെ വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ശരിയാണല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞൊരു 2 മാസമായിട്ട് ജോബ്ലെസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ജോലി എന്നെ സംബന്ധിച്ചിട്ട് അത് ഒരു പ്രൊഫഷൻ മാത്രമല്ല, അതൊരു പാഷനും കൂടിയാണ്. അപ്പോൾ ഈ പാഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തുനിന്നും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ അടുത്തുനിന്നും ഞാൻ പഠിപ്പിക്കാത്ത കുട്ടികളുടെ അടുത്തുനിന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാനെപ്പോഴും എന്നെ തന്നെ പറയാറുള്ളത്, ഞാനൊരു അധ്യാപകനല്ല, ഞാനൊരു മെൻറ്ററാണ്, ഒരു ഫെസിലിറ്റേറ്ററാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളായിട്ടുള്ള നൗഷാദ് മാഷ് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണത്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. വി ആർ ജസ്റ്റ് ഗിവിങ് എ പുഷ് ടു ദ സ്റ്റുഡൻസ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇതിലേക്ക് എത്താനായിട്ടുള്ളൊരു പുഷാണ് അധ്യാപകർ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു മെൻറ്ററും ഒരു ഫെസിലിറ്റേറ്ററും ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് തോന്നിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 1-2 മാസമായിട്ട് ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഓക്കെയാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കാനായിട്ട് നമ്മളിപ്പം സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നവരുണ്ട്, ഇതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അധ്യാപകനായിരുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പം മെയിനായിട്ട് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. സ്കൂളുകളിലും കോളേജുകളിലും പിന്നെ എനിക്കറിയുന്ന കൂട്ടായ്മകളിലും ഒക്കെ ജീവിക്കുന്ന സമയത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കോൺവെർസേഷൻസ് കൂടേണ്ടതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും പിന്നെ പരസ്പരമുള്ള ഇമോഷണൽ കണക്ടിവിറ്റി കൂട്ടാനും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇൻട്രാക്റ്റീവ് സെഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്കൊരു 3-4 അവസരങ്ങൾ അതുപോലെ വന്നു. അപ്പോൾ പോയ ഇടങ്ങളിൽ മുഴുവനും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, +2 കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നേക്കാൾ മുതിർന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപോലെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, അവർ ശരിക്കും ആരെയോ കാത്തിരിക്കുകയാണ്. അവരെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കുന്ന ആരെയോ ആണ് അവർ കാത്തിരിക്കുന്നത്. എൻ്റെ പല വാക്കുകളും കേട്ട് കഴിയുന്ന സമയത്ത് പലരുടെ മുഖത്തുള്ള ഭാവം, പലരുടെ കണ്ണുകളിൽ മിന്നിമറയുന്ന എക്സ്പ്രഷൻസും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും ഇത് കഴിഞ്ഞ് സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ വ്യക്തികളുണ്ട്. എന്നെ വല്ലാതെ വന്ന് ചേർത്ത് പിടിച്ച് എന്താ പറയുക, മാഷ് പറഞ്ഞതിലൊക്കെ മാഷിന് എവിടേക്കോ കുറച്ച് സങ്കടങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന മാഷിന് നല്ലതേ വരുള്ളൂ, എത്രയും പെട്ടെന്ന് യു വിൽ ബി ഹാവിങ് എ ഗുഡ് ടൈം എന്ന് കൃത്യമായിട്ട് അക്നോളജ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എത്ര നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന സമയത്ത്, ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത്, വെനെവർ യു അച്ചീവ് സംതിങ്, ഇവിടെയൊക്കെ നിങ്ങൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, വിധിയെ പഴിക്കുന്നതിന് പകരം വിധിയെ അക്നോളജ് ചെയ്യാതിരിക്കുക, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ട്രൈ ടു അക്നോളജ്
സോറോസ്, ഗ്രീഫ്സ്, പെയിൻസ്, സെറ്റ്ബാക്സ്, എവ്രിതിങ് ആസ് മച്ച് യു അക്നോളജ് ദ പോസിറ്റീവ് പാർട്ട്. സന്തോഷങ്ങളെയും സമാധാനത്തിനെയും അച്ചീവ്മെൻറ്റ്സിനെയും ചേർത്ത് പിടിക്കലിനെയും ഒക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ അക്നോളജ് ചെയ്യുന്ന അതേ അളവിൽ തന്നെ ഈ സങ്കടങ്ങളെയും ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അതിനെയും അക്നോളജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ജീവിതം വളരെ ചെറുതാണ്. ഈ പറഞ്ഞ പോലെ ഏത് നിമിഷമാണ് നമ്മുടെ അവസാന നിമിഷം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിനി എന്ത് ചെയ്യാൻ, അടുത്തൊരു ജോലി കിട്ടുന്നതുവരെ മടുപ്പാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ ഒഴിവ് സമയത്തിൻ്റെ അളവ് കൂടിയപ്പോൾ എൻ്റെ വാക്കുകളും എൻ്റെ പ്രസൻസും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എനിക്ക് കൂടുതൽ സമയം മാറ്റി വയ്ക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ യാത്രകളിൽ നിന്ന് ഒരുപാട് മനുഷ്യരെക്കുറിച്ചും ഒരുപാട് കാഴ്ചപ്പാടുകളെക്കുറിച്ചും ലോകങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നുള്ള ഊർജം, അതിൽ നിന്നുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ ഇനിയുള്ള അധ്യാപന ജീവിതത്തിൽ വരാൻ പോകുന്നത്. അത് പറയുന്ന സമയത്ത് നിങ്ങൾ ആരും എന്താ പറയുക കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇനിയും അധ്യാപനത്തിലേക്ക് തന്നെ പോവുകയുള്ളൂ. കാരണം കുട്ടികളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനമായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അവരുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കൊളീഗ്സിൻ്റെ അടുത്തുനിന്നത്. അപ്പോൾ വീണ്ടും പറഞ്ഞു വരുന്നത്, ഈ കുഞ്ഞ് എപ്പിസോഡിൽ ഞാൻ കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരമുള്ളത് എന്തെങ്കിലും തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. കുറേ ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടോ മനസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക പുഷിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ചിരിയോടുകൂടി നിങ്ങളെ കേട്ടിരുന്നു കൊണ്ട് നിങ്ങളോട് രണ്ട് വാക്ക് മിണ്ടിക്കൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, മനുഷ്യന്മാരെ മറക്കരുത്. നമുക്ക് ആകെ ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അത് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ട്രൈ ടു എൻജോയ് എവ്രിതിങ്. സങ്കടമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനിവാര്യമായിട്ട് ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് കടന്നു പോവുക. കരയാൻ തോന്നുമ്പോൾ കരയുക, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക. ഓഫ്കോഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളെ കേട്ടിരിക്കാനും നിങ്ങൾക്ക് വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കാനും ഞാനിവിടെ തന്നെ ഉണ്ടായിരിക്കും. സോൾഫുൾ കോൺവെർസേഷൻ്റെ അടുത്തടുത്ത എപ്പിസോഡുകൾ പുറകെ തന്നെ വരും. കാരണം ഇത് ഒരുപാട് കേട്ടവരും വളരെ കുറച്ച് കേട്ടവരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല കൺസേൺസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സജഷൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായും ലോകത്തിൽ ഒരേ ഒരാളെങ്കിലും എന്നെ കേൾക്കാനുള്ളിടത്തോളം കാലം എൻ്റെ ഈ വാക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പം സന്തോഷവും സമാധാനവും ആശംസിക്കുകയാണ്. നിങ്ങളും ഇടയ്ക്ക് വല്ലാണ്ട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ആ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാനായിട്ടല്ല, ആ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യട്ടോ. കുറച്ച് ചുറ്റിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. കഥകളും കവിതകളും വാക്കുകളും സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും തിരിച്ചു വരും. സോ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഓഫ് അഗെയിൻ. സോൾഫുൾ കോൺവെർസേഷൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തുഴഞ്ഞു വരാം. ടേക്ക് കെയർ.